വിശ്വാനി ദേവ സവിതർദുരിതാനി പരാസുവ യദ്ഭദ്രം തന്ന ആസുവ. നമസ്തേ. എല്ലാവരും വളരെയധികം ആകാംക്ഷയോടും അല്പം ഭയത്തോടും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മരണം. എന്താണ് മരണം? മരണത്തിനപ്പുറം കർമ്മവും പുനർജന്മവും ഇതിനെക്കുറിച്ച് അറിവ് പകർന്നു തരുന്നതിനായി അനിൽജിയെ സ്വാഗതം ചെയ്യുന്നു. ശംഭോ ശിവ മഹാദേവ. ശംഭോ ശിവ മഹാദേവ. സത്യത്തില് ഇത് എവിടെ തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാര്യം ഞാൻ ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ പുനർജനിക്കൂ എന്ന് ഞാൻ ചിന്തിച്ചാൽ പിന്നെ ഞാൻ ഈ ക്ലാസ് നടത്തുന്നതിൽ ഒരു കഥയില്ല. കാര്യം പുനർജന്മം ഉണ്ട് എന്ന് 100% വാദിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതിനുണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഉണ്ട്. ഗംഗ എന്നുള്ളൊരു വാക്ക് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഗംഗ എന്നുള്ളൊരു വാക്ക് ഗമിച്ച സ്ഥലത്ത് നിന്നും വീണ്ടും ഗമനം ചെയ്യുന്നത് എന്താണോ അതിൻ്റെ പേരാണ് ഗംഗ. ഗംഗ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മഴവെള്ളത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മഴയെക്കുറിച്ചോ അല്ലെങ്കിൽ ജലത്തിനെ കുറിച്ചോ ഒക്കെ ഇതൊക്കെ ഗംഗ എന്നാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലേ? അത് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഇപ്പോഴും അതിന്റെ ഉത്ഭവ സ്ഥാനം ഇന്ന് വരെയും നിന്നിട്ടില്ല. എന്തായിരിക്കും അവിടെ കാരണം? അപ്പൊ അത്രക്ക് വലിയതായ വേറൊരു ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ കിണ്ടി പോലുള്ള വലിയൊരു ഭൂമിയിൽ നിന്ന് ആരെങ്കിലും ജലം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടാണോ ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഭൂമി പണ്ടേ മുങ്ങി പോയാനല്ലേ? ഗംഗയുടെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് ഇപ്പോഴും ഒഴുക്ക് നിലച്ചിട്ടില്ല. അങ്ങനെ നിലക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവം? ജലത്തിന് പുനർജന്മമുണ്ട്. അത് കടലിലെത്തിയാൽ വീണ്ടും നീരാവിയായിട്ട് എവിടെ പോകും? അത് വീണ്ടും ആകാശമാർഗത്തിൽ സഞ്ചരിക്കും. ഏറ്റവും ഉയർന്ന സ്ഥലത്ത് പെട്ടെന്ന് അത് ബാഷ്പീകരണം നടത്തി അവിടെ മഞ്ഞായിട്ടും മഴയായിട്ടും പെയ്തുകൊണ്ടിരിക്കും. ഒരു പരിധി കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴേക്കും ഈ പ്രകൃതി അത്രയും തണുപ്പുള്ളത് കൊണ്ട് അത് മഞ്ഞായിട്ട് തന്നെ അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ജലത്തിന് എന്തുണ്ട്? പുനർലയനമുണ്ട്. പുനർലയനം ഉള്ളത് കൊണ്ട് അതിനെ വിളിച്ച പേരാണ് ഗമിച്ച സ്ഥലത്ത് നിന്നും വീണ്ടും ഗമിക്കുന്നത്. അങ്ങനെ ഗമിച്ച സ്ഥലത്ത് നിന്ന് വീണ്ടും ഗമിക്കുന്നത് എന്നുള്ളതിനെ അതിനെ ഷോർട്ടാക്കിയപ്പോൾ എന്ത് പേര് വന്നു ആ പ്രക്രിയക്ക് അല്ലെങ്കിൽ ആ പുനർജന്മത്തിനെ? ഒന്ന് പറ മക്കളെ നിങ്ങള്. ഗംഗ. അങ്ങനെ പുനർജന്മം ഉണ്ട്, അല്ലേ? അതെ. ഈ സൂര്യ ചന്ദ്രമസൗ ദാത യഥാപൂർവമ കൽപ്പയ ദിവഞ്ച പൃഥിവീം ചാന്തരീക്ഷോ മതോത്സവ. സൂര്യനും ചന്ദ്രനും കഴിഞ്ഞ ജന്മത്തില് മരിച്ചു പോയതാണ്, അല്ലേ? അതുകൊണ്ട് ഈ ജന്മത്തിലും അതിന് പുനർജന്മം ഉണ്ട്. അതുകൊണ്ട് എല്ലാത്തിനെയും നവീകരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ വസ്തുക്കളെയും നവീകരിക്കാൻ കഴിവുള്ളതാണ് പ്രകൃതി. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് നവീകരണം വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എന്നാൽ നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. മൊബൈൽ ഫോണിന് ഉദാഹരിക്കാനായിട്ട് പറ്റില്ല എങ്കിലും ഞാൻ പറയാണ്, നിങ്ങൾ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി, നിങ്ങൾ അങ്ങോട്ട് ഒരു 5 വർഷം പോയില്ലെങ്കിൽ അവിടെ കാടും പടലും പിടികെട്ടും, അല്ലേ? കാടും പടലൊക്കെ പിടിക്കൂലേ? അപ്പൊ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു വാക്കത്തി, കോടാലി, മറ്റുപകരണങ്ങളൊക്കെ എടുത്ത് അത് ചെത്തി ക്ലീനാക്കി ഒരു വെച്ചോ അല്ലെങ്കിൽ മിഷൻ വെച്ച് ഒഴുകി വൃത്തിയാക്കിയാൽ ആ ഭൂമി വീണ്ടും അതിന് പുനർജന്മം കിട്ടുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് ഒരു ഭൂമി, എന്നാൽ അതിന് ചെയ്യാത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഉള്ള മാലിന്യങ്ങൾ മുഴുവൻ അവിടെ പലരും കൊണ്ടുവന്നിട്ടു. അതൊരു പ്രേതഭൂമിയായി. അപ്പൊ അത് മരണത്തിന് തുല്യമായൊരു ഭൂമിയാകുന്നു. അപ്പൊ അതിനും പുനർജന്മമുണ്ട്. അപ്പൊ പുനർജന്മം ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒന്നിലുമില്ല. എല്ലാത്തിനും പുനർജന്മമുണ്ട്. നവീകരണമാണ്. ഈ പുനർജന്മം എന്ന് പറഞ്ഞ് ഈ ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കണേനും നല്ലത് നവീകരണം ഉണ്ട് എന്ന് പറയുന്നതാണ് നല്ലത്. എപ്പോഴും നവീകരണമുണ്ട്. നമ്മൾക്ക് നല്ല ക്ഷീണമുള്ളപ്പോൾ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാകുന്നത് നവീകരണമാണ്. അത്ര നേരം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒന്നും അറിയുന്നില്ല. അതുകൊണ്ട് എന്നും മരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഒരു ദിവസം ആ മരണം എന്ന് പറയുന്നത് ഇതിന്റെ ഈ
ഒരു എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അല്ലേ? ഈ മൊബൈലിന് ഞാൻ ആദ്യം തന്നെ ഒരു മൊബൈലിനാണ് ഞാൻ ആ ഒരു പദം ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്പോഴെല്ലാം ഇത്തിരി പൈസ ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾ പുതിയ മൊബൈൽ എടുക്കും. വീണ്ടും ഒരു 10 കോടി രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളൊരു 2, 3 അല്ലെങ്കിൽ 15 ലക്ഷത്തിനൊക്കെ മൊബൈൽ നിങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട്. കാര്യം ഈ അപ്ഡേറ്റഡ് ആണ് അതെല്ലാം. അപ്പോഴും നമ്മുടെ ചിന്തിക്കുക ഈ മൊബൈലിനും ഒരു നവീകരണമുണ്ട്. അതുകൊണ്ട് ആർക്കും മരണമില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഒന്നിനും മരണമില്ല. കാര്യം നമ്മളെല്ലാം അപ്ഡേറ്റഡ് ആണ്. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, നമ്മളുടെ ബന്ധുമിത്രാദികളോ അച്ഛനോ അമ്മയോ ആരെങ്കിലൊക്കെ മരിച്ചിട്ടുണ്ടാകും. മരിച്ച പല ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ടാകാം. എന്നാൽ ഇനി നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ അച്ഛന്റെ അമ്മയുടെയൊക്കെ അവരുടെയൊക്കെ അച്ഛന്മാരൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി ആരെങ്കിലൊക്കെ ജീവിച്ചിരിക്കട്ടെ. മരിച്ച ആൾക്കാർ നമുക്ക് ഏറെയാണല്ലോ. ഒരാഴ്ചയിൽ ഒരു മരണ വാർത്തയെങ്കിലും കേൾക്കാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മരിച്ച ആൾക്ക് ഈ ബലി ഇടുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് പലരോടും ചോദിക്കും. അപ്പൊ മോക്ഷത്തിന് വേണ്ടിയാണ്. മോക്ഷം. ഇപ്പൊ ഈ മോക്ഷം എന്ന് വെച്ചാൽ എന്താണ്? പിതൃക്കളുടെ മോക്ഷത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഈ മോക്ഷം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ അവര് പറയാണ് അവര് സ്വർഗലോകത്തിൽ നല്ലപോലെ ജീവിക്കാൻ വേണ്ടിയാണോ? സ്വർഗലോകത്തിലാണെങ്കിൽ പിന്നെ മോക്ഷം കിട്ടാനായിട്ട് പറയണമെങ്കിൽ അത് അതിലും വലിയ തെറ്റല്ലേ? കാര്യം നമ്മൾ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മറ്റെല്ലാം കൊണ്ട് ആനന്ദിക്കുമ്പോൾ ഒരുത്തൻ നമ്മൾക്ക് ഇതിന് മോക്ഷം കിട്ടട്ടെ എന്ന് ആരെങ്കിലും വന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഏത് മോക്ഷം അവൻ ഉദ്ദേശിക്കുന്നത്? മരണമാണോ? അതോ സ്വർഗത്തിൽ നിന്ന് ഇത്രയും കൂടി സ്പെഷ്യൽ ലൈഫില് സ്വർഗമാണോ? അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും ഇവിടെ ചെയ്തത് നല്ല പ്രവൃത്തിയാണെങ്കിൽ അവര് സ്വർഗത്തിലാണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ മോക്ഷത്തിന് വേണ്ടി ബലിയിട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഇനി നരകത്തിലാണ് അവർ പോയെന്ന് വെച്ചോ, ഇനി അവിടെ മോക്ഷത്തിന് വേണ്ടി നിങ്ങൾ ബലിയിട്ടിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇവിടുന്ന് ദുബായി പോയിട്ടുണ്ടെങ്കിൽ വേറൊരു വിസിറ്ററാണ്. അവിടുത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഇവിടെ പോലും ചോദ്യം ചെയ്യാൻ പറ്റില്ല. പിന്നെയാണ് സ്വർഗലോകത്തിലും നരകലോകത്തിലും പോയിട്ട് നമ്മൾ എന്ത് അമെൻമെന്റ്സ് ആണ് അവിടെ കൊണ്ടുവരാൻ പോണത്? ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഈ മോക്ഷത്തിന് വേണ്ടി വെറുതെ നിങ്ങൾ ഈ സമയം പാഴാക്കരുത് എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. കാര്യം ഇതിന്റെ നിയന്ത്രണമൊന്നും നമ്മളല്ല. ഇതിനൊക്കെ ഈശ്വരന് കുറെ വ്യത്യസ്തമായ തലങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടുത്തെ പോയിട്ട് ഒരു നിയമങ്ങളും നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യാതിരിക്കുക. ഇനി ഈ ആത്മാവിന്റെ മുക്തിയും മോക്ഷവും ജന്മവും ബന്ധനവും ഒക്കെ എന്താണ് എന്ന് നമ്മളൊന്ന് കാര്യമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഇനി മുക്തിയായാലും അതുപോലെ തന്നെ ഇപ്പൊ നമ്മളില്ല ജയിലിലെ പോലെ ബന്ധനമായാലും ഈ ആത്മാവിന് എന്തെങ്കിലും ഒരു ലോകം കൂടിയേ തീരൂ. ഏതെങ്കിലും ഒരു ലോകം. അപ്പൊ ഈ മരണാനന്തരം ആത്മാവ് ഏതെങ്കിലും തരത്തില് അതിന്റെ സത്യം തുടരുന്നുണ്ടെങ്കിൽ ഈ ആ ആത്മാവിന് എന്താണ് ശാശ്വതമായിട്ടുള്ള ഒരു ഇടം കിട്ടുന്ന ലോകം ഏത് എന്ന് ചോദിച്ചാൽ ഇവർക്ക് ആർക്കും വ്യക്തമായിട്ട് പറയാനായിട്ട് പറ്റില്ല. ഒരിക്കലും ആ ആത്മാവിന് വ്യക്തമായിട്ടൊരു ഇടം എവിടെ ലഭിക്കും എന്നുള്ളത് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരം ഉണ്ടാകില്ല. നമുക്ക് നചികേതസിലൊക്കെ വരാം. ഞാൻ അതിന് എൻ്റെതായ കുറച്ച് വട്ട് പറയാതെ എനിക്ക് ഒന്നിലേക്കും പോകാനായിട്ട് പറ്റില്ല. അപ്പൊ ഓരോ മനുഷ്യന്റെയും ഈ അവന്റെ ബോധത്തിലെ അജ്ഞാത മണ്ഡലം, ആ അജ്ഞാത മണ്ഡലത്തിൽ എവിടെയോ അവന്റെ മൺമറഞ്ഞു പോയ പിതൃക്കൾക്കായി ഒരു ലോകത്തെ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അവന്റെ അജ്ഞാതമായ ബോധമണ്ഡലത്തിൽ അവൻ ഉറപ്പിക്കുകയാണ്. അത് സത്യമായ ഒന്നല്ല, മണ്ഡലത്തിൽ മാത്രമുള്ള ഒരു അറിവാണ്. നമ്മളുടെ ഇങ്ങനെ കാലങ്ങളായിട്ട് പലരും ജീവിച്ചു മരിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ എന്താണ് ആ പിതൃലോകം എന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ. ത്രിലോകം എന്ന് നമ്മൾ കേട്ട് കാണും. ത്രിലോകം, 3. അപ്പൊ ഉപനിഷത്തിന്റെ പ്രകാരമൊക്കെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രധാനമായിട്ട് 3 ലോകങ്ങളുണ്ട്. അതിനകത്ത് ഒരെണ്ണം നമ്മുടെ ഈ ഭൂമിയാണ്. അത് നമുക്ക് സംശയമൊന്നുമില്ലല്ലോ. രണ്ടാമത്തത് ഈ കാലദേശ പരിച്ഛേദമുള്ള ഒരു ലോകത്തില് നമ്മുടെ ഈ ശരീരം എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരം എന്നൊക്കെയാണ് നമുക്ക് ഈ ഭാഷ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ശരീരം, സ്ഥൂലമായ ശരീരം സ്വീകരിച്ച് പുതിയ പേരുകൾ, ഷൈനി വിൻസെന്റ് എന്നൊക്കെ പറഞ്ഞ് പുതിയ പേരൊക്കെ നിർമ്മിച്ചിട്ട് ഇഹലോകം എന്ന് പറയുന്ന നമ്മളിപ്പോൾ വസിക്കുന്ന ഈ ഭൂലോകമാണ്
ഒരു ലോകം. അപ്പൊ ഈ പിന്നീടുള്ളത് ഈ അവരുടെ ഭാഗത്ത് എഴുത്തുകാരുടെയൊക്കെ ഭാഗം പറയണമെങ്കിൽ ഈ നമ്മുടെ കർമ്മമണ്ഡലങ്ങളുണ്ട്, അല്ലെങ്കിൽ കർമ്മവാശങ്ങളുണ്ട്. അതിൽ നിന്നകന്ന് ജനനമോ അല്ലെങ്കിൽ മരണദുഃഖങ്ങളോ ഒന്നും കൂടാതെ ആനന്ദത്തിൽ മഹാകൽപ്പം വരെയും വർത്തിക്കുന്ന മുക്തിലോകം എന്നൊരു ബ്രഹ്മലോകം, വിഡ്ഢികളുടെ ലോകമാണത്. അങ്ങനെ ഒരു ലോകമില്ല. ഞാൻ പറയാം കേട്ടോ, അത് വിഡ്ഢികളുടെ ലോകമാണ്. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് പറ്റിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലോകം ഒരിക്കലും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അവിടെ നിങ്ങൾ കൽപ്പങ്ങൾ വരെ നിങ്ങൾക്ക് അവിടെ ജീവിക്കാം എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ തെറ്റിപ്പോയി. അതായത് ഈ ശരീരം സ്വീകരിക്കാത്ത അവസ്ഥ, അതാണ് ബ്രഹ്മലോകം. ജനനമോ മരണമോ ഇല്ലാത്തൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. എന്തെങ്കിലുമായിട്ട് നമ്മൾ ജനിക്കും. ഞാൻ ആ കഥകളിലേക്ക് വരാം. ഇനി പക്ഷെ ചെലവിന് ഞാൻ മറന്നുപോയാലോ എന്നുള്ള ഭയം ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറയാം. ഈ കർമ്മവാശങ്ങളിൽ നിന്ന് അകന്ന് ജനന മരണ ദുഃഖങ്ങളൊന്നും കൂടാതെ ആനന്ദത്തിൽ മഹാകൽപ്പം വരെയും വർത്തിക്കുന്ന മുക്തിലോകം എന്ന ബ്രഹ്മലോകം ഉണ്ട് എന്ന് നിങ്ങളോട് ആരെങ്കിലും പറയണമെങ്കിൽ, നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിയാൽ, പുത്തനൊരു മൊബൈൽ ഫോണാണ്, ആപ്പിളിന്റെ ഒരു വലിയൊരു ഫോൺ കൊണ്ടുവന്ന് തന്നത്. ഈ ഫോൺ നിങ്ങൾ എത്ര തവണ താഴത്തെ വീഴാതെ നിങ്ങൾ സൂക്ഷിക്കും. ഒരു ആദ്യത്തെ ഒരാഴ്ച നമ്മൾ അതിന്റെ പുതിയ ഓപ്ഷൻസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തും. 15 ദിവസമോ 1 മാസമോ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് അത്രയും ശ്രദ്ധ കൊടുക്കില്ല. കാര്യം അതിലും വലിയ ഓപ്ഷൻ വന്ന് പുതിയൊരു ഫോൺ വരുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം എന്തായിരിക്കും? നിങ്ങൾക്ക് ആ പഴയ ഫോണാണോ നിങ്ങൾ കെട്ടിപ്പിടിക്കാൻ പോകുന്നത്? പുതിയ ഫോണാണോ? നിങ്ങൾ എനിക്ക് ലൈക്ക് തന്നാൽ മതി, താല്പര്യമുള്ളവര്. പുതിയ ഫോണാണോ അതോ പഴയ ഫോണാണോ? പുതിയ ഫോണാണ് നിങ്ങൾ സ്വീകരിക്കുള്ളൂ. ഇതുപോലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് മരിച്ചു പോയേക്കാണ്. അപ്പൊ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എന്താ കാരണം എന്ന് വെച്ചാൽ, മരിക്കാനുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട മക്കളെയും മറ്റും ഒക്കെ നിങ്ങൾക്കൊന്ന് കാണാനായിട്ട് പറ്റില്ല. കാര്യം നിങ്ങൾ 5 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അതുകൊണ്ട് ഈ അത് 5 കിലോമീറ്റർ അപ്പുറത്ത് നടന്നെത്താനായിട്ട് എന്താണെങ്കിലും 5 കിലോമീറ്റർ എന്ന് പറയുമ്പോഴേക്കും ഒരു 2.5 മണിക്കൂർ എന്താണെങ്കിലും വേണ്ടി വരും, അല്ലേ? അല്ലെങ്കിൽ 1 മണിക്കൂർ ഓടിയാൽ എന്നാലും 1.5 മണിക്കൂർ വേണ്ടി വരും. 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് വീടെത്താം. പക്ഷെ നിങ്ങൾ എത്തില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വളരെ വിഷമത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് മരണം സംഭവിച്ചു. ഇന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? മൊബൈൽ ഫോൺ എടുത്തിട്ട് കുത്തിയിട്ട് പറയും, എനിക്ക് ഇങ്ങനെ ഒരു നെഞ്ചുവേദന വന്നുണ്ട്, എന്തോ ഒരു വല്ലായ്മ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ എത്ര പേരെ അറിയിക്കും? നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇട്ടാൽ തന്നെ നിങ്ങളുടെ മിത്രാദികളെ കണ്ടുപിടിച്ച് എത്ര പേര് വിളിച്ചറിയിക്കും? മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ അപ്ഡേഷൻ വന്നിട്ടുണ്ട്, അല്ലേ? നിങ്ങളെ ഹോസ്പിറ്റലിൽ വരെ എത്തിക്കും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ അന്നത്തെ കാലത്ത് മൊബൈലുമില്ല, ഒന്നുമില്ല, റേഡിയോ ഇല്ലാത്തൊരു കാലത്താണ് നിങ്ങൾ മരിച്ചേക്കണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഭൂമിയിൽ, ഇത്രയും സുന്ദരമായ ഒരു ഭൂമിയിൽ വീണ്ടും നിങ്ങൾക്ക് ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകൂല്ലേ? ഉണ്ടാകും. ഇനി ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ബാല്യകാലത്തിൽ നമ്മൾക്ക് എത്രയോ തെറ്റുകൾ പറ്റി, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ മണ്ടത്തരമാണെന്ന് ചിന്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ബോധമുള്ളവനായിട്ട്, നല്ല ബോധവും ജ്ഞാനവും ഉള്ള ഒരാളായിട്ട് ജീവിക്കണമെന്നുള്ളത് ആർക്കും ആഗ്രഹം ഉണ്ടാവൂലേ? എത്രയോ മഹത്തായ ഒരു കമ്പനിയുടെ മാനേജറോ അതല്ലെങ്കിൽ കോടികൾ സമ്പാദിക്കുന്ന ഒരു ധനികന്റെയോ ഒരു ബോധമുണ്ടായിട്ട് അത് അന്നത്തെ കാലത്ത് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണ് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുത്തൻ അവൻ ചിന്തിക്കുന്നത്